ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. ഒരു ജാർ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ആഡ് ചെയ്ത് ഇതിലേക്ക് മഷി പോലെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെ ആഡ് ചെയ്ത് എല്ലാ പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറി ലീഫ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് ഇത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായി വിരവി ഇത് ഏകദേശം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ചിക്കനിൽ ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ അവതരണം ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നീളത്തിന് അരിഞ്ഞു വെച്ചിരുന്ന 4 സവാള ഉണ്ടായിരുന്നു. അതിൽ പകുതി സവാള ഞാൻ എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. ഇതാ ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്ത ഈ എണ്ണയിൽ ബാലൻസ് സവാള ഇവിടെ ആഡ് ചെയ്ത് അതും വീണ്ടും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ സവാള മാറ്റണ്ട, ഇതിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. നല്ലതുപോലെ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി സവാള നേരത്തെ മുറിച്ച് വെച്ചിരുന്ന സവാള ഇതിൻ്റെ മീതെ ഇട്ട് ഇതും നന്നായി ഇളക്കുന്നില്ല. ഇതിലേക്ക് നേരത്തെ ചിക്കൻ വരവി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഈ സവാളയും നല്ലതുപോലെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഞാനിവിടെ വീണ്ടും അടച്ചു വെച്ചു. കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഇളക്കുകയാണ്. ഇനി അടച്ചു വെച്ച് വേവിക്കുന്നില്ല, കാരണം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റി വരണം, അത്രമാത്രം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ തന്നെ വെള്ളമെല്ലാം വറ്റി ചുക്ക നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ചുക്ക തയ്യാറാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.